ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കായ്പോള റെസിപ്പിയാണ്. നോമ്പൊക്കെ ആയിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുന്നില്ലെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. അതുകൊണ്ട് ഞാനിന്ന് കായ്പോള ഉണ്ടാക്കാമെന്ന് കരുതി. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ 3 ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് മിൽമയുടെ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ നെയ്യും ഏത്തക്കായും ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നട്ട്സൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു നുള്ള ഏലക്കായും 3 മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് 2 സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇതിനെ ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ബനാന എല്ലാം കൂടെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ നട്ട്സും ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാനിലേക്ക് ഇതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഏത്തക്ക എല്ലാം എല്ലായിടും ഒരേപോലെ പാകത്തിന് മിക്സായി വരുന്നതിനായിട്ട് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കുറച്ച് നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാനായിട്ട്. ഇത് വേകാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം പാകമായോ എന്ന്. അങ്ങനെ നമ്മളിപ്പം ഓപ്പൺ ആക്കി നോക്കുവാണേ, നമ്മൾ ആ പാൻ തുറന്നിങ്ങനെ നോക്കുമ്പോൾ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യുടെ മണമൊക്കെ നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കായ്പോള ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായിട്ടുണ്ടാക്കിയ ഈ കായ്പോളയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.